ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി മാസഫലം കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും. ഇപ്പോൾ കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ സൂര്യൻ ഫെബ്രുവരി 13-ന് 7-ൽ നിന്നും 8-ലേക്ക് മാറുന്നു. ചൊവ്വ ഫെബ്രുവരി 23-ന് 7-ൽ നിന്നും 8-ലേക്ക് മാറുന്നു. ബുധനാണെങ്കിൽ ഫെബ്രുവരി 3-ന് 7-ൽ നിന്നും 8-ലേക്ക് മാറുന്നു. ഗുരു 12-ല് വക്രത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ ഫെബ്രുവരി 6-ന് 7-ൽ നിന്നും 8-ലേക്ക് മാറുന്നു. ശനി 9-ല് സ്ഥിതി തുടരുന്നു. രാഹു അഷ്ടമത്തിലും കേതു 2-ലും സ്ഥിതി തുടരുന്നു. അപ്പം ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ബുധൻ, ശുക്രൻ, സൂര്യൻ, ചൊവ്വ ഈ 4 ഗ്രഹങ്ങൾ അഷ്ടമത്തിലേക്ക് 7-ൽ നിന്നും അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തെ ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച്, ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് കർക്കിടക കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ കഴിവതും നമ്മൾ ടൈമിലി ആയിട്ടുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പ്, ഒരു പ്രിവൻറ്റീവ് കെയർ ഈ സമയത്ത് വേണം. സുഖസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ ഫെബ്രുവരി 6 മുതൽ പ്രത്യേകിച്ച് അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത്. അപ്പം അത് നമുക്ക് മാനസികമായിട്ട് ഒരു ടെൻഷൻ, അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുന്നവർ, റിസ്ക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടം അല്ലെങ്കിൽ ഇഞ്ചുറിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അതിൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് ഈ 2-ലൊക്കെ കേതു, അതുപോലെ ബുധനും ശുക്രനും സൂര്യനും ചൊവ്വയും ഒക്കെ തന്നെ 2-ലൊക്കെ ദൃഷ്ടി വരുന്ന മാസവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ കെയർ വേണം, സംസാരത്തിൽ കെയർ വേണം. ചിലർക്ക് ദന്ത സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിഷൻ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ENT സംബന്ധമായിട്ടോ ചെറിയ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ, ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ ചിലർക്ക് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, ഇൻഫെക്ഷൻ, ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇവയിലൊക്കെ നമ്മൾ ഒന്ന് കെയർ കൊടുക്കുക. ഇനി നമുക്ക് തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ 5-ഉം 10-ഉം ഭാവാധിപൻ ആയിട്ടുള്ള ചൊവ്വ ഫെബ്രുവരി 22 വരെ 7-ലാണ്. ശേഷം ആ ചൊവ്വ 8-ലേക്ക് മാറുന്നു. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് ഈ കുറുകാർക്കും ഈ ലഗ്നക്കാർക്കും യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ്. അതുപോലെ പ്രത്യേകിച്ച് കർമ്മഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ഭാവത്തിൻ്റെ 10-ലാണ് ഫെബ്രുവരി 22 വരെ സ്ഥിതി ചെയ്യുന്നത്. ആ ചൊവ്വ ഉച്ചരാശിയിലുമാണ്. അപ്പം ആദ്യ പകുതി പൊതുവെ കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അത് സാധ്യത കാണിക്കുന്നുണ്ട്. അവസാനത്തെ പകുതി ആവുമ്പോൾ തൊഴിലിൽ സഡനായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ, അത് പദവി മാറ്റത്തിനോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സഡൻ യാത്രകൾക്കോ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ബുധൻ, ശുക്രൻ, സൂര്യൻ, അതുപോലെ ചൊവ്വ ഇവയൊക്കെ തന്നെ അഷ്ടമത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പം വർക്ക് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ 8-ൽ വരുമ്പോൾ വർക്ക് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മേലധികാരികളുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം, അതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ 6-ഉം 9-ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ലെ വക്രത്തിലാണ്. അതുപോലെ 7-ഉം 8-ഉം ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി 9-ലാണ്. അപ്പം മേലധികാരികളിൽ നിന്നൊക്കെ നമുക്ക് പൊതുവെ ഒരു സഹായമൊക്കെ
കുറയാവുന്ന സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സപ്പോർട്ടൊക്കെ ചിലപ്പോൾ അവരിൽ നിന്ന് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്തു പോകണം. ചിലർക്ക് ചിലപ്പോൾ ഈ സമയത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫൈൻ അല്ലെങ്കിൽ പെനാൽറ്റി ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു കെയർ ഈ തൊഴിലിൽ ആവശ്യമാണ്. അതേപോലെ നമുക്ക് ഈ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനുള്ള പ്ലാനും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ അതെങ്ങനെ തരണം ചെയ്യാൻ കഴിയും, അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും, അതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് ആരായുന്നത് നല്ലതാണ്. തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ ആദ്യ പകുതിയൊക്കെ പ്രത്യേകിച്ച് ഒരു 20-ാം തീയതി വരെയൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ്. ഇപ്പോൾ 3 മുതൽ ആ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലേക്കാണ് വരുന്നത്. അതുപോലെ 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി 9-ലാണ്. അപ്പോൾ ബിസിനസ്സിലൊക്കെ അല്പം ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന സമയമെന്ന് പറയാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായാൽ തന്നെയും അതൊക്കെ അതിജീവിക്കാനൊക്കെ കഴിയും. പ്രത്യേകിച്ച് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കേസുകളോ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ വ്യവഹാരങ്ങളിലൊക്കെ അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ബെനിഫിറ്റൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അങ്ങനെ നമുക്ക് പൊതുവെ ബിസിനസ്സിൽ നമുക്കൊരു പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ബിസിനസ് വിപുലീകരിക്കുന്നതിനുള്ള പ്ലാന്, തന്ത്രങ്ങൾ ഒക്കെ തന്നെ തയ്യാറാക്കുമ്പോൾ ഒരു കെയർ വേണം. അതുപോലെ തന്നെ ബിസിനസ് പ്രൊഫഷണൽസ് അവർ പുതിയ കരാറുകളിലേക്ക് ഏർപ്പെടുമ്പോഴും, ഇപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു കരാറിലൊക്കെ അവർ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ പുതിയ കരാറൊക്കെ എടുക്കുമ്പോഴും ഒക്കെ ഒരു കെയർ ഈ ബിസിനസ് പ്രൊഫഷണൽസിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ഫെബ്രുവരി 3 മുതൽ അഷ്ടമത്തിലാണ്. ബുധൻ അഷ്ടമത്തിൽ വരുന്നത് കൊണ്ട് അത് ദോഷമൊന്നുമില്ല നമുക്ക്. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 22 വരെ 7-ൽ ഉച്ചസ്ഥിതിയിലാണ്. 23 മുതൽ ആ ചൊവ്വ അഷ്ടമത്തിലേക്ക് മാറുന്നുണ്ട്. 9-ാം ഭാവാധിപൻ ഗുരു, ആ ഗുരു ഇപ്പോൾ 12-ൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പൊതുവെ ആദ്യത്തെ പകുതിയൊക്കെ വളരെ അനുകൂലമാകും എങ്കിലും ഒരു ഡൈവേർഷനൊക്കെ സാധ്യത കാണുന്നുണ്ട്. എന്നുള്ളത് കൊണ്ട് പഠനത്തിൽ കൂടുതൽ കെയർ കൊടുക്കണം. അവർക്ക് ആലസ്യം ഉണ്ടാകാതെയൊക്കെ നോക്കണം. അപ്പം എക്സ്ട്രാ ആയിട്ടുള്ള എഫർട്ടൊക്കെ കൊടുക്കുന്നവർക്ക്, അഡീഷണൽ ആയിട്ടൊക്കെ കൂടുതൽ പഠനത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് പഠനത്തിൽ നല്ല പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ കഴിയും. ഉന്നത പഠനമൊക്കെ നടത്തുന്നവർ കഴിവതും സീനിയർ അധ്യാപകരുമായിട്ട് ഇൻ്ററാക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധ വേണം. 9-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ വക്രത്തിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പൊതുവെ ഈ ഹയർ സ്റ്റഡീസൊക്കെ നടത്തുന്നവർ കുറച്ച് കൂടുതലായിട്ടുള്ള പരിശ്രമം ഈ സമയത്ത് വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഉന്നത പഠനമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള പ്ലാൻ, അതിനുള്ള തന്ത്രങ്ങളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ തയ്യാറാക്കി എന്നൊക്കെ വരാം. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അഷ്ടമത്തിലൊക്കെ ആ ബുധൻ നിൽക്കുന്നത് അവർക്ക് ആ വിഷയത്തിൽ ആഴത്തിലുള്ള ഒരു അറിവ് അല്ലെങ്കിൽ അതുമായിട്ട് റിസർച്ച് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2-ാം ഭാവത്തിൽ കേതു നിൽക്കുന്ന സമയമാണ്. 2-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആദ്യ പകുതി 7-ലും അതിനുശേഷം അഷ്ടമത്തിലുമാണ് ആ സൂര്യൻ സഞ്ചരിക്കുന്നത്. അതുപോലെ 11-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ആ ശുക്രൻ ആദ്യത്തെ വാരം അത് 7-ലും അതിനുശേഷം ആ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ പൊതുവെ നമ്മൾ ഈ ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് അത് ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടോ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. അതേസമയം ധനകാരകനായിട്ടുള്ള ഗുരു 12-ലാണ് എന്നുള്ളത് കൊണ്ട് അത് ധനച്ചെലവ് കൂടാൻ ഇടയാക്കും. എങ്കിലും അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനുള്ള ശ്രമം ആ 12-ലെ ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുമെന്ന് പറയാം. അതുപോലെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ
സൂര്യനും അതുപോലെ ചൊവ്വ, ശുക്രൻ, ബുധൻ, രാഹു ഒക്കെ അഷ്ടമത്തിലാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ പണപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ വളരെ ശ്രദ്ധ വേണം. കൊടുക്കൽ വാങ്ങലിലൊക്കെ വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റൊക്കെ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ആ ശനി ഭാഗ്യസ്ഥാനത്തുണ്ട്. ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് പൊതുവെ അല്പം മെച്യൂർഡായിട്ടുള്ള, പക്വമതിയായിട്ടുള്ള, അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധം ഉള്ള, ആത്മീയ ചിന്തയുള്ള, ഭാഗ്യവതിയായിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനൊക്കെ കഴിയും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലർക്ക് ഈ പ്രണയബന്ധമൊക്കെ, അവരുടെ പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതേസമയം ചില കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്, തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് അവരുടെ പ്രണയബന്ധത്തിന് ചിലപ്പോൾ വിവാഹ തടസ്സത്തിനൊക്കെ അത് സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ചിന്തയൊക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവർ മുഖാന്തരമൊക്കെ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാകും. പ്രത്യേകിച്ച് ദമ്പതിമാർക്കൊക്കെ ഈ ഉത്തരവാദിത്വ ബോധമൊക്കെ കൂടും. ആത്മീയ ചിന്തയൊക്കെ കൂടുന്നത് ഉത്തരവാദിത്വ ബോധം കൂടും. അപ്പോൾ അതൊക്കെ പൊതുവേ നമുക്ക് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാണ്. അത് റിലേഷൻഷിപ്പിൽ നമുക്ക് ഒരു മെച്ചപ്പെടുത്താൻ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും എന്നും കൂടെ പറയാം. എങ്കിലും ആദ്യ പകുതി സൂര്യനും ചൊവ്വയും ഒക്കെ തന്നെ 7-ലുണ്ട് ആദ്യത്തെ പകുതി. അപ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ കഴിവതും നമ്മൾ ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അപ്പോൾ അതുപോലെ സംസാരത്തിലൊരു ശ്രദ്ധ വേണം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യൻ്റെയൊക്കെ സ്ഥിതി, സൂര്യനും ശുക്രനും ഒക്കെ തന്നെ ആദ്യത്തെ വാരം ശുക്രനും 7-ലുണ്ട്. ശുക്രനും സൂര്യനും ഒന്നിച്ച് നിൽക്കുക, ചൊവ്വ അവിടെ ഉച്ചനായിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രയാസങ്ങൾ ചിലപ്പോൾ ആദ്യത്തെ വാരത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ അഷ്ടമത്തിൽ ഈ 5 ഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ കൊടുത്ത് പോവുക. അതുപോലെ ജീവിത പങ്കാളിക്ക് വിദേശത്തൊക്കെ ഉന്നത പഠനമോ തൊഴിലോ അതുമായിട്ട് ബന്ധപ്പെട്ട ജീവിത പങ്കാളിക്കൊക്കെ ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അത് വിദേശത്ത് ജോലിയോ അതുപോലെ തന്നെ പഠനമോ ഒക്കെ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ നമുക്ക് ഭവന സംബന്ധമായ കാര്യങ്ങൾ, അതായത് ഭവന നിർമ്മാണമോ അല്ലെങ്കിൽ ഭവനം മോടി പിടിപ്പിക്കുന്നതോ അതിനോ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെയുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ സൂര്യനും അതുപോലെ ചൊവ്വയും ബുധനും ശുക്രനും ഒക്കെ തന്നെ 8 നിന്നിട്ട് 2-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ പൊതുവെ അത് 2-ല് കേതുവും കൂടെയൊക്കെ ഉള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് ഈ കുടുംബ അംഗങ്ങൾ, ബന്ധുക്കൾ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ കുടുംബ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ, അതിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഈഗോ പ്രശ്നങ്ങൾ വരാം, ചിലപ്പോൾ അത് തർക്കങ്ങളിലേക്ക് വഴിതെളിക്കാം. അങ്ങനെയൊക്കെ അതൊക്കെ ചിലപ്പോൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്നതിലൊക്കെ പ്രേരിപ്പിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കുടുംബജീവിതത്തിൽ പ്രയാസം ഉണ്ടാക്കും എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുടുംബജീവിതം സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഫെബ്രുവരി 13, 14, 17, 18, 26, 27 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസമായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും ശുഭകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരും അത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ സുപ്രധാനമായ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ്. അതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. പ്രത്യേകിച്ച് അത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ളൊരു ഫലമാണ് പറഞ്ഞത്. അതേസമയം ഈ ഫലത്തിൽ മാറ്റങ്ങൾ വരാം. കാരണം
ഇപ്പോൾ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും, ഇപ്പോൾ കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ ഏതാണ്, അപകാരം ഏതാണ്, ഛിദ്രം ഏതാണ്? ഇപ്പം നമ്മൾ ജാതകത്തിൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണ് നടക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അതല്ല, അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ഒക്കെയാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ അത് ഈ പൊതുഫലത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു പ്രധാന ഘടകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഞാനിവിടെ കർക്കിടക കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. കർക്കിടക കൂറിൽപ്പെടുന്ന ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരികയുള്ളൂ. അപ്പോൾ ഈ കർക്കിടക ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വരുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ലഗ്നരാശി എന്ന് പറയുന്നത് അവർ ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ വന്നിട്ടുള്ളതെന്നും കൂടെ നോക്കണം. അതും ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ അനിഷ്ടസ്ഥാനത്തൊക്കെയാണ് ലഗ്നം വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു ഫലം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ കർക്കിടക ലഗ്നമല്ലാത്ത കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഫെബ്രുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല, ലഗ്നഫലത്തിനാണ് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത, കൂടുതൽ കൃത്യത ഉള്ളത് എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.